മഹാറാണി, മെക്കാനിക് ഷോപ്പ് എത്തി. മാഡം വണ്ടിയിൽ നിന്നൊന്ന് ഇറങ്ങിയാലും. അമ്മേ, അയ്യോ എൻ്റെ അമ്പോ, ആകെ ക്ഷീണിച്ചു പോയി. ആദ്യമായിട്ടാ പ്രണയം ഭാരമായിട്ട് തോന്നുന്നേ. എന്താ പറഞ്ഞ? ഒന്നുമില്ല, ഈ വണ്ടിയുടെ കംപ്ലൈന്റ് മാറ്റി റെഡിയാക്കി തരാൻ മെക്കാനിക്കിനോട് പറഞ്ഞതാ. അതെ ബ്രോ, വണ്ടി കംപ്ലൈന്റ് ആയി, ഒന്ന് ശരിയാക്കി തന്നെ. വണ്ടിക്ക് എന്താ പറ്റിയ നോക്കി. ബ്രോ, എന്താ പറ്റിയെന്ന് മനസ്സിലായോ? നോക്കിക്കൊണ്ടിരിക്കാം, ഒരു മിനിറ്റ്. അതെ ബ്രോ, ഇവിടെ ഹാർട്ടിന് പ്രണയം വല്ലതും സപ്ലൈ ചെയ്യുന്നുണ്ടോ? ഞങ്ങൾക്കിടയിൽ പ്രണയമേ ഇല്ല. അതൊന്ന് ശരിയാക്കി തന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇവളെന്തിനാ എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇനി ലവ് അങ്ങനെ തോന്നി കാണോ? ഹേ, ഒരു ചാൻസും ഇല്ല. ഹലോ, എന്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാനോ? ആ, നീ തന്നെ. ഒരുപാട് ഇങ്ങനെ നോക്കല്ലേ. കണ്ണിനെ നല്ലതല്ല, ഹാർട്ടിനെ നല്ലതല്ല. ഞാൻ കുറെ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, എന്നെ തന്നെ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? ഹലോ ശിവാനി, നിനക്കത് എന്താ പറ്റിയേ? ഒന്നുമില്ല ചേട്ടാ, റെഡി ആയിട്ടുണ്ട്, ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയേ. താങ്ക് യു ബ്രോ. ശിവാനി, നിന്നെ ചുമന്നുകൊണ്ട് വന്ന വണ്ടി ശരിയായിട്ടുണ്ട്. അയ്യോ, ഇവിടുത്തെ എവിടെ പോയി? ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, ഇത്ര പെട്ടെന്ന് എവിടെ പോയി? ശേടാ, നൈസ് പണിയാണല്ലോ ഇവിടെ തന്നിരിക്കുന്നത്. ബ്രോ, അതെ ബ്രോ. ഓ, എന്റെ ഭാര്യ എവിടെ ഇങ്ങനെ കണ്ടിരുന്നോ? ഇല്ല, കണ്ടില്ലല്ലോ. എന്ത്? ഗുരുക്കള് പാമ്പിന്റെ വിഷമേറ്റ് മരിച്ചെന്നോ? ഒരു സാധ്യതയുമില്ല. നിങ്ങൾ കള്ളം പറയരുത്. നമ്മള് കള്ളം പറഞ്ഞെന്നാണ്. അതിനൊരു സാധ്യതയില്ല. ഗുരുക്കള് മഹാശക്തിശാലിയാണ്. അദ്ദേഹത്തിന് പാമ്പിന്റെ വിഷമൊന്നും ഏക്കാൻ സാധ്യതയില്ല. മിണ്ടിപ്പോകരുത്. അള്ളാഹുവിന്റെ ശക്തി നിനക്കറിയില്ല. അഹംഭാവത്തോടെ നടന്നോണ്ടല്ലോ. എനിക്ക് അഹംഭാവമൊന്നുമില്ല. ഗുരുക്കളുടെ ശക്തിയിൽ നല്ല വിശ്വാസവുമുണ്ട്. ഒരു വലിയ ശക്തിശാലിയാണ് ആ പാമ്പ്. ആ നാഗറാണിയാണ് ത്രയംബകനെ കൊന്നത്. നാഗദംശനമേറ്റ് ഗുരുക്കള് മരിച്ചെന്നോ? നാഗത്തെ ദിഗ്ബന്ധനം ചെയ്യുന്ന ആള് നാഗത്തിന്റെ വിഷമേറ്റ് മരിക്കേ? എന്താ പറഞ്ഞത്? നീ പറഞ്ഞതൊന്നുകൂടി പറയുവോ? ഒന്നുമില്ല. നീ പറഞ്ഞത് ദിഗ്ബന്ധനത്തെ പറ്റിയാണ്. എന്താ പറഞ്ഞത്? എന്തിനായിരുന്നു ആ ദിഗ്ബന്ധനം? ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? നോക്കെ, ഞാൻ ടെൻഷൻ കൊണ്ടെന്തോ പറഞ്ഞു പോയതാ. അങ്ങനെ ഒന്നുമില്ല. എന്നോട് കളവ് പറയണ്ട. കള്ളത്തരം എനിക്കിഷ്ടമല്ല. ദിഗ്ബന്ധനത്തെ പറ്റിയാണ് നീ പറഞ്ഞത്. ഏതാണ് ആ ദിഗ്ബന്ധനം? ടെൻഷൻ കൊണ്ട് പറഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അങ്ങനെ ഒന്നുമില്ല. എന്റെ അടുത്ത് നിന്ന് ഒന്നും മറച്ചു വെക്കാൻ നോക്കണ്ട. നീ സർപ്പ ദിഗ്ബന്ധനത്തെ പറ്റിയാണ് നീ പറഞ്ഞത്. പറയ്, ആ സർപ്പത്തെ എന്തിനാണ് ദിഗ്ബന്ധനം ചെയ്തത്? അല്ല, അത് വേറൊരു കാര്യമാണ്. അങ്ങറിയേണ്ട ആവശ്യമില്ല. ഞാൻ വന്നത് അങ്ങയുടെ സഹായത്തിനാണ്. എന്നെ സഹായിക്കേ. എന്നെ പഠിപ്പിക്കാൻ വരുന്ന നീ എന്നോട് തർക്കിക്കാൻ നോക്കണ്ട. നീ ഞാൻ അറിയണ്ടാത്ത കാര്യമാണെന്ന് മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ. നോക്ക്, ഗുരുക്കളെ ഏത് പാമ്പാ കടിച്ചത്? അതിന്റെ നിറം എന്തായിരുന്നു? കാണാൻ എങ്ങനെയായിരുന്നു? ആദ്യം അതിനെക്കുറിച്ച് എന്നോട് പറയാ. കഴിയില്ല നിങ്ങൾക്ക്? എന്നെ കൊണ്ട് എന്തും ചെയ്യാൻ സാധിക്കും. എന്തും ചെയ്യാൻ എനിക്കറിയാം. ആദ്യം എന്നിൽ നിന്ന് മറച്ചു വെച്ച രഹസ്യം എന്താണെന്ന് പറയേ. എന്തോ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അതെന്താണെന്ന് പറയേ. ഞാനൊന്നും ചെയ്തില്ല. ചോദിച്ചത് തന്നെ ചോദിക്കണ്ട. ആദ്യം ഗുരുക്കൾക്ക് എന്താ സംഭവിച്ചെന്ന് പറയേ. നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്തോ തെറ്റ് ചെയ്തു. സർപ്പദോഷത്തിന് ഇരയായി തീർന്നു. സത്യമല്ലേ അത്? നോക്ക, പഴയതൊന്നും എന്നെ ഓർമ്മിപ്പിക്കണ്ട. ഏതാ പാമ്പെന്ന് മാത്രം പറ.
എല്ലാ കാര്യങ്ങളും എനിക്കറിഞ്ഞേ പറ്റൂ. ഇതിഹാസത്തിന്റെ ഗോപുരത്തിലാണ് ഭവിഷ്യത്തിന്റെ കാര്യങ്ങൾ ഇന്നും നിന്നിട്ടുള്ളത്. സർപ്പദോഷത്തിന്റെ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമുള്ളൂ. ബിസ്മില്ലാ റഹ്മാൻ യാ അലി. ഏയ്, നീ ഒരു കൊലപാതകിയാണ്. മഹാപാതകം ചെയ്തവനാണ് നീ. മഹാദേവ, എന്റെ മനസ്സിൽ എന്താണ് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുന്നത്? തൃശൂലിൽ നിന്നും അകലണമെന്നുള്ള തീരുമാനമെടുത്തിട്ട് ഇപ്പൊ അവൻ തന്നെ ഡിവോഴ്സ് തരാൻ തയ്യാറായിട്ടും എന്റെ മനസ്സ് എന്തിനാണ് അവനിലേക്ക് അടുക്കുന്നത്? തൃശൂലിനെ കാണുമ്പോ എനിക്ക് ദേഷ്യം വരുമായിരുന്നു. അവൻ എപ്പോഴും വഴക്ക് പറയണമെന്ന് എനിക്ക് തോന്നാറുണ്ടായിരുന്നു. അവന്റെ അടുത്ത് നിന്ന് ഒന്ന് അകന്നാ മതിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാ ഇപ്പോ എനിക്ക് അവനോട് ദേഷ്യമേ വരുന്നില്ല. പാവമായിട്ടാ തോന്നുന്നത്. തൃശൂൽ എന്നെ ത്രിവിക്രമന് വിട്ടുകൊടുക്കുന്നത് ന്യായമായിട്ട് പോലും എനിക്കതൊരു ത്യാഗമായിട്ടാ തോന്നുന്നേ. എന്തുകൊണ്ടാണ് മഹാദേവ? ഞാൻ മനസ്സുകൊണ്ട് സ്നേഹിച്ചത് എന്റെ ആദിശേഷനായ ത്രിവിക്രമനെയാണ്. അവനെ സ്വന്തമാക്കാനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. ഇപ്പോൾ അവനുമായി ഒന്നു ചേരാനുള്ള സന്ദർഭം വന്നിട്ടും എന്തോ എന്റെ മനസ്സത് അംഗീകരിക്കുന്നില്ല. മനസ്സിന്റെ കോണിൽ നിന്നും മുളച്ചു പൊങ്ങിയ സംശയം ഇപ്പോൾ എന്നെ സമ്പൂർണമായും ആവരണം ചെയ്തിരിക്കുകയാണ്. എന്റെ ആദിശേഷനെ ഞാൻ എത്രമാത്രം പ്രണയിച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ പേര് കേട്ടാ മതി, അതെനിക്ക് അളവില്ലാത്ത സന്തോഷം തരുമായിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ എന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് പോലും എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. അതിനർത്ഥം ആദിശേഷനോട് എനിക്കുള്ള പ്രണയം കുറഞ്ഞു എന്നാണോ? അയ്യോ ഇല്ല ഇല്ല, അതൊരിക്കലും ഉണ്ടാവില്ല. അങ്ങനൊരു ദിവസം വന്നാൽ അന്ന് എന്റെ ജീവൻ ഇല്ലാതാകും. മഹാദേവ, എനിക്കൊരു ഉത്തരം തന്നേ പറ്റൂ. എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ത്രിവിക്രമൻ തന്നെയാണ് എന്റെ ആദിശേഷനെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് അവനുമായി ചേരാൻ കഴിയാത്തത്? എന്റെ മനസ്സ് എന്തുകൊണ്ട് അവനുമായി അടുക്കുന്നില്ല? പറയൂ മഹാദേവ. ഗുരുദേവൻ ആദിശേഷനെ കുറിച്ച് എന്തോ സത്യം പറയാനാണ് ഭൂമിയിലേക്ക് വന്നത്. പക്ഷേ ഏത് ദുഷ്ടശക്തിയാണ് അത് തടഞ്ഞതെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച സത്യങ്ങളൊന്നും പറഞ്ഞില്ല. ഗുരുദേവൻ ആദിശേഷനെ കുറിച്ച് പറയാനുണ്ടായിരുന്ന സത്യങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് ഉത്തരം വേണം മഹാദേവ. Maya, I think something is going wrong. ശിവാനിയുടെ ബിഹേവിയർ ഒക്കെ ആകെ മാറിയിരിക്കുക. അവൾ എന്നെ സ്നേഹിക്കുന്നില്ല എന്നാ തോന്നുന്നേ. എന്തു പറ്റി ത്രിവിക്രം? നീ എന്താ ഇപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കല്യാണത്തിന് മുമ്പ് കുറച്ചുനാൾ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോ ശിവാനി ആകെപ്പാടെ ചേഞ്ച് ആയ പോലെ. ഡിന്നർ കഴിക്കാന്ന് പറഞ്ഞു വന്നു, എന്നിട്ട് പകുതിക്കിട്ട് പോയി. അവളങ്ങനെ പെരുമാറിയത് നിന്റെ തെറ്റുകൊണ്ടല്ലേ? അത് ഓക്കെ മായേ. കഴിഞ്ഞ ദിവസം തൃശൂലിന്റെ വണ്ടി ഒന്ന് കേടായി. തൃശൂല് പറഞ്ഞിട്ട് അവൾ എന്റെ വണ്ടിയിലേക്ക് കയറി. ഞാനും സന്തോഷിച്ചു. പക്ഷെ പോകുന്ന വഴിക്ക് തന്നെ ശിവാനി വണ്ടി നിർത്തിച്ച് അതിൽ നിന്ന് ഇറങ്ങി പോവുമായിരുന്നു. എന്താ ശിവാനി അങ്ങനെ ചെയ്തെന്നോ? നീ അവളോട് ശരിക്കും സംസാരിച്ചില്ലായിരുന്നോ? സംസാരിച്ചെന്ന് മാത്രമല്ല, വളരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തേ. ബട്ട് നോ റെസ്പോൺസ്. തൃശൂല് സീരിയസ് ആയിട്ട് ശിവാനി എന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ശിവാനി അതിനകത്ത് ഒരു ഇൻട്രസ്റ്റും കാണിക്കുന്നില്ല. അതിനർത്ഥം ശിവാനിയെ തൃശൂരിൽ നിന്ന് ദൂരേക്ക് അകറ്റാൻ ഞങ്ങളെ കൊണ്ടാവില്ല എന്നാണോ? ജന്മജന്മാന്തരങ്ങളായുള്ള ബന്ധം ഇത്രയ്ക്ക് ദൃഢമായിരുന്നു. മായേ, നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. എന്തുകൊണ്ടാ ശിവാനി ഇങ്ങനെ അകന്നു മാറി നിൽക്കുന്നേ? ഇതിനോടകം അടുക്കേണ്ടതല്ലേ? ത്രിവിക്രം, എല്ലാത്തിനും ഒരു കാരണം എന്തായാലും ഉണ്ടാവും.
ചിലത് പറയാൻ പറ്റും, ചിലത് പറയാൻ പറ്റില്ല. അതെന്താ? എന്നോട് പറയാൻ പറ്റാത്ത എന്ത് രഹസ്യോ? അത് നീ അറിയേണ്ട ആവശ്യമില്ല. മായ, എല്ലാ കാര്യത്തിലും നീ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. എനിക്കിത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നോക്കി ത്രിവിക്രം, ചില കാര്യങ്ങൾ നീ അറിയാതിരിക്കുന്നതാണ് നല്ലത്. നിനക്ക് ശിവാനിയല്ലേ ആവശ്യം? ആ ജോലി എന്റേതാണ്. ഇനിയും എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? ഇനി അധികം വൈകില്ല. ഞങ്ങൾ എത്ര തന്നെ ശ്രമിച്ചിട്ടും ശിവാനി ത്രിവിക്രമിന്റെ അടുത്തേക്ക് വരുന്നില്ല എങ്കിൽ ആദിശേഷനെ പറ്റി ശിവാനി അറിയുവാനുള്ള സമയം അടുക്കുന്നുവെന്നാണോ? ശിവാനി തൃശൂലിലേക്ക് അടുക്കുകയാണോ? ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എന്താ അത്? നീ ഒരു പാപിയാണ്, ഒരു കൊലപാതകയാണ്. കള്ളത്തരം പറഞ്ഞ് എന്റെ അടുത്ത് സഹായം ചോദിച്ചു വന്നവനാണ് നീ. നാഗരാജാവിനെ കൊന്ന മഹാപാപി. പാപിയാണ് നീ. ആരെയാണ് നിങ്ങൾ പാപി എന്ന് വിളിക്കുന്നത്? അല്ലാഹുവാണെ നീ പാപിയാണ്. കൊലപാതകയെ പാപി എന്നല്ല അത് എന്ത് വിളിക്കും? അത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. കാര്യങ്ങൾ അറിയാതെ ഓരോന്നിങ്ങനെ വിളിച്ചു പറയാൻ നിൽക്കണ്ട. ഇൻഷാ അല്ലാ. എനിക്കൊന്നും അറിയില്ല എന്ന് കരുതിയോ? എനിക്കെല്ലാം മനസ്സിലായി, എല്ലാം ഞാൻ അറിഞ്ഞു. നിനക്കുള്ളത് ചെറിയ ദോഷമൊന്നുമല്ല, ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ദോഷമാണ്. നാഗലോകത്തിന്റെ വൈരാഗ്യ ജ്വാല നിന്റെ കൂടെ തന്നെയുണ്ട്. നാഗമാണിക്യത്തിനായി ആദിശേഷനെ ചതിച്ചു കൊന്നത് നീ തന്നെയല്ലേ? ഞാൻ തന്നെ. ആദിശേഷനെ കൊന്നത് ഞാൻ തന്നെയാണ്. അതിനിപ്പോ എന്താ? ഈ മഹാപാതകത്തിന്റെ ശിക്ഷ എന്താണെന്ന് അറിയുമോ നിനക്ക്? ഇത് എന്നോട് പറയാൻ നിനക്കങ്ങനെ ധൈര്യം വന്നു? അതെന്റെ അഭിമാനമാണ്. നാഗലോകത്തുള്ളവനെ കൊന്ന് അവന്റെ കയ്യിൽ നിന്നാണ് ഞാൻ നാഗമാണിക്യം തട്ടിക്കൊണ്ടുവന്നത്. അതെന്റെ കഴിവാണ്. സംസാരം നിർത്തി നീ. നാഗമാണിക്യം നിന്റെ സ്വത്തല്ല, നാഗലോകത്തിന്റെ സ്വത്താണ്. പാപം ചെയ്തു വന്നിട്ട് അഹങ്കാരത്തോടെ സംസാരിക്കുന്നു നീ. അല്ലാഹു ഒരിക്കലും പാപത്തോട് ക്ഷമിക്കാറില്ല. ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും നിനക്ക്. നിങ്ങള് എനിക്ക് ശിക്ഷ തരുമെന്നോ? ആദിശേഷനെ കൊന്നിട്ടും നാഗലോകത്തുള്ളവർക്ക് പോലും എന്നെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ആ എന്നെയാണോ നിങ്ങളിപ്പോ ശിക്ഷിക്കാൻ പോകുന്നത്? നോക്ക്, എന്നെ ചോദ്യം ചെയ്യുന്നതൊക്കെ നിർത്തിയിട്ട് എന്നെ സഹായിക്കാൻ നോക്ക്. ഗുരുക്കളെ കൊന്നു എന്ന് പറഞ്ഞ ആ നാഗം എങ്ങനെയായിരുന്നു? അതാരാണെന്ന് പറ. അറിയില്ല. ഞാൻ നിന്നെ ഒരിക്കലും സഹായിക്കില്ല. നിങ്ങൾക്ക് എന്റെ ദേഷ്യത്തെക്കുറിച്ച് ശരിക്കും അറിയില്ല. ആവശ്യമുള്ളത് നേടിയെടുക്കാൻ ഞാൻ എന്തും ചെയ്യാൻ മടിക്കില്ല. ഏയ്, എന്താ? നീ എന്നെ എന്തു ചെയ്യും? എന്നെ നീ അടിക്കുമോ? വാ, വന്നടിക്ക്. നിന്നെ പോലൊരു ദുഷ്ടനെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാനാവില്ല. നീ ഒരു കാര്യം മനസ്സിലാക്ക്. നീ എന്റെ മരണത്തെ പറ്റി ആലോചിക്കുമ്പോൾ അവിടെ അല്ലാഹ് നിനക്കായുള്ള കുഴി വെട്ടുകയാണ്. ഓർത്തോ? എന്റെ മരണോ? അതെ, നിന്റെ മരണം തന്നെ. അതും ആദിശേഷന്റെ കൈകൾ കൊണ്ട് തന്നെ. ഇത്രയും ദിവസം അവനെയായിരുന്നു ഞാൻ തിരഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ചെറിയ തെളിവ് പോലും എനിക്ക് കിട്ടിയില്ല. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞില്ലേ ആരാണവൻ? അവൻ വേറെ ആരുമല്ല, നിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. എന്റെ രക്തത്തിൽ അലിഞ്ഞവനോ? എന്തു പറയുന്നുണ്ടെങ്കിലും മനസ്സിലാവുന്ന വിധത്തിൽ പറ. ഓഹോ, മനസ്സിലാകുന്നത് പോലെ പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള ശക്തി ഉണ്ടോ നിനക്ക്? എന്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾ സംശയിക്കണ്ട. എനിക്കതാരാണെന്ന് അറിഞ്ഞേ പറ്റൂ. എവിടെയുണ്ടവൻ? എവിടെയുണ്ടെന്ന് പറഞ്ഞാൽ നീ എന്തു ചെയ്യും? അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാനും എനിക്കാവില്ല. എവിടെയാണെന്ന് പറ. ഓഹോ, അവൻ എവിടെയുണ്ടെന്ന് പറഞ്ഞാൽ നീ അവനെ തേടി കണ്ടുപിടിച്ചങ്ങ് തീർത്തു കളയുമെന്നാണോ? തീർച്ചയായും തീർത്തു കളയും. അവന്റെ അന്ത്യം എന്റെ കൈകൊണ്ടായിരിക്കും. ഞാൻ പറയില്ല. അറിഞ്ഞിട്ടും എന്തുകൊണ്ട് എന്നോട് പറയുന്നില്ല? അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ലാഭം? അതിന് അല്ലാഹു സമ്മതിക്കില്ല. നിങ്ങളത് മനഃപൂർവ്വം മറച്ചു വെക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓഹോ, അത് ശരി. എന്തു ചെയ്യും നീ? എന്തു ചെയ്യുമെന്ന്? കൊന്നു കളയും നിങ്ങളെ ഞാൻ. എന്തിനാ നിങ്ങൾ ചിരിക്കുന്നേ? നിന്റെ ദേഷ്യം ആദിശേഷനോട് കാണിക്ക്.
അത് കഴിഞ്ഞു മതി എന്റെ നേർക്ക്. എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. എനിക്ക് ആദിശേഷനെയാണ് വേണ്ടത്. അവനെ വിളിച്ചു വരുത്ത്. ഇവിടെ വെച്ച് കൊല്ലും ഞാൻ. ആദിശേഷനെ വിളിച്ചു വരുത്തിയാൽ അവനെ കൊല്ലുന്നത് പോയിട്ട് അവനെ നേരിട്ട് കാണാനുള്ള ശക്തി ഉണ്ടോ നിനക്ക്? വിളിച്ചു വരുത്തട്ടെ. വിളിച്ചു വരുത്ത്. എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരില്ല അല്ലേ? എത്ര നാളത്തേക്ക് നീ ഇങ്ങനെ കല്ലായിട്ടിരിക്കും? എന്റെ വിഷമം നിനക്ക് മനസ്സിലാവുന്നില്ലേ? എന്റെ കണ്ണീര് കണ്ടിട്ടും എന്താണ് നിന്റെ മനസ്സലിയാത്തത്? പറയൂ മഹാദേവ, പറയൂ. ഞാൻ നിന്റെ മാത്രം ഭക്തിയല്ലേ, എന്നിട്ട് നിനക്ക് ഈ ഭക്തയുടെ സങ്കടങ്ങൾ കാണാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു മഹാദേവ? പറയൂ. നീ എനിക്കൊരു മറുപടി തന്നില്ല എങ്കിൽ ഞാൻ ഇവിടെ തന്നെ എന്റെ ജീവൻ വെടിയും. ഉത്തരം തരൂ. ശിവാനി, എന്താണ് നീ കാണിക്കുന്നത്? നിനക്കെന്താ മതിഭ്രമം സംഭവിച്ചോ? മരിക്കാൻ മാത്രം ഇവിടെ എന്താണ് ഉണ്ടായത്? എല്ലാം അറിഞ്ഞിട്ട് നീ ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ. എനിക്കൊരു ഉത്തരം കിട്ടിയേ പറ്റൂ. നിന്റെ മുന്നിലിരിക്കുന്ന കൽപ്രതിമയോട് പറ നീ. ശിവാനി, ശിവനെ നീ കല്ലായി അഭിസംബോധന ചെയ്യുന്നുവോ? അവൻ കല്ലല്ലാതെ പിന്നെ എന്താ? എന്റെ സങ്കടങ്ങൾ കണ്ടിട്ട് മനസ്സലിവില്ലാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അവനെ എന്താണ് വിളിക്കേണ്ടത്? സമാധാനത്തിൽ സംസാരിക്കൂ ശിവാനി. എല്ലാത്തിനും പെട്ടെന്ന് തന്നെ ഉത്തരം ലഭിക്കും. ഇനി എപ്പോ? ഇത്രയും ദിവസം ഞാൻ കാത്തിരുന്ന് എന്റെ മനസ്സ് പോലും കല്ലായിപ്പോയി. ഇനി എന്നെ കൊണ്ട് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ ആദിശേഷനെ കുറിച്ച് അറിഞ്ഞേ പറ്റൂ. അവനുമായി ഒന്ന് ചേരണം എനിക്ക്. ഗുരുദേവൻ അവനെ കുറിച്ച് പറയാനുണ്ടായിരുന്ന സത്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അത് പറയണം. ഇനിയും മൗനമാണ് നിന്റെ ഉത്തരമെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ എന്റെ ജീവൻ വെടിഞ്ഞേക്കാം. ശിവാനി, നിനക്ക് ത്രികാലൻ പറയാൻ ഉദ്ദേശിച്ച സത്യം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നീ വീട്ടിലേക്ക് പോകൂ. അവിടെ ചെന്നിട്ട് എന്താണ് കാര്യം? എന്തൊക്കെയോ പറഞ്ഞ് എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ നോക്കണ്ട. ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പോയാൽ നിനക്ക് നിന്റെ പ്രിയതമനായ ആദിശേഷനെ കാണാൻ സാധിക്കും. എന്റെ ആദിശേഷൻ? അതെ, നാഗലോകത്തിന്റെ യുവരാജാവ്. അവൻ വീടിനടുത്ത്? എന്നോട് ചോദ്യം ചോദിച്ച് സമയം കളയാൻ നിൽക്കണ്ട. പോകൂ, ആദിശേഷൻ വന്നിട്ടുണ്ട്. അവനെ പോയി കാണ്. എല്ലാ സത്യങ്ങളും അറിയാൻ കഴിയും. ആ പരമേശ്വരന്റെ ആശീർവാദം കൊണ്ട് നിങ്ങളുടെ ഒത്തുചേരൽ എളുപ്പം സംഭവിച്ചാലും ആശ്ചര്യം പറയേണ്ടതില്ല. പോകൂ. പോകാം, ഞാനിപ്പോ തന്നെ പോകാം. ആദിശേഷനെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾ വിളിക്കുന്നില്ല? ദിഗ്വിജയ്, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നിന്റെ മരണത്തെ നീ തന്നെ വിളിച്ചു വരുത്തുന്നത് പോലെയാവും. ഒരു ജന്മത്തിൽ ഈ കൈ കൊണ്ട് കൊന്നുകളഞ്ഞവനെ മറുജന്മത്തിലും കൊല്ലാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആഹാ, അത്ര വലിയ ശക്തി ഉണ്ടോ നിനക്ക്?